Morning all. Good morning, ma'am. Okay, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ അല്ലെ അപ്പൊ അതില് രണ്ട് ജോബ് ഡിസ്ക്രിപ്ഷനിൽ രണ്ട് പോയിന്റ് വരെയല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് ആണോ? ഓർമ്മയുണ്ടോ? വായിക്കുന്നുണ്ടോ എല്ലാവരും? ഫസ്റ്റ് പോയിന്റ് ensure proper discipline of staff in ward, then perform duties related to hospital information system. അതില് 3 പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? അവിടെ വരെയല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ആ ഫസ്റ്റ് രണ്ട് പോയിന്റ് റിപ്പീറ്റ് ചെയ്യാനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയാ, ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ രണ്ട് പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ രണ്ട് പോയിന്റ് ഒന്ന് വായിക്കുക, എടുത്ത് എത്ര ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇപ്പൊ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ജോബ് ഡിസ്ക്രിപ്ഷനില് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ നോക്കിയത്. അതില് ഫസ്റ്റ് ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. ആദ്യത്തെ രണ്ട് പോയിന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തതൊക്കെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷനില് ഫസ്റ്റ് വൺ പറയുന്നത് എൻഷ്യൂർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർ അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിന്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, ചെക്ക് നോയ്സ് ലെവൽ അല്ലെ. അതായത് ശബ്ദത്തിലേക്ക് ഒന്ന് മീൻസ് ഒന്ന് ശ്രദ്ധിക്കാറ്. ഇപ്പൊ വാർഡിലാകുമ്പോൾ നമുക്കറിയാലോ, ഒരുപാട് ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ടിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ. അല്ലെങ്കിൽ ഒരുപാട് മീൻസ് രോഗികൾ കിടക്കുന്നല്ലോ, അവർക്ക് ഡിസ്റ്റർബ് വരുന്ന രീതിയിൽ സൗണ്ട്സുകളും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. സോ അവിടുത്തെ നോയ്സ് ലെവൽ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സിന്റെ സേവനം അവൈലബിൾ ആണോ എന്നൊക്കെ പരിശോധിക്കുക. അതായത് ഇപ്പോൾ ഇൻ കേസ് പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അവിടെ അതിനുള്ള ഡോക്ടേഴ്സുകൾ അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. അബ്രപ്റ്റ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? അബ്രപ്റ്റ് പെട്ടെന്ന് സഡൻ ആയിട്ട് തന്നെ നഴ്സസിന്റെ കോൾ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യുക? റെസ്പോൺസ് ചെയ്യുക. Then monitor staff behavior and attitude. സ്റ്റാഫുകളുടെ സ്വഭാവവും അവർക്ക് പേഷ്യൻസിനോടുള്ളൊരു അവരുടെ ആ ഒരു ബിഹേവിയർ അവരുടെ ഒരു പെരുമാറ്റം ആറ്റിറ്റ്യൂഡും എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക. നല്ല രീതിയിലാണോ സ്റ്റാഫ് പേഷ്യൻസിനോട് പെരുമാറുന്നതെന്ന് ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസിപ്ലിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഫോം ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം HIS. അതായത് നമ്മൾ ബേസിക് കമ്പ്യൂട്ടർ ആണെങ്കിലും ഹോസ്പിറ്റലുകളിലെല്ലാം അല്ലെ. അപ്പൊ ഇൻഫോർമേഷൻ സിസ്റ്റംസിലോട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അതില് ഫസ്റ്റ് വൺ പറയുന്നത് മെയ്ക്ക് ഷുവർ ദാറ്റ് അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. പുതിയ അഡ്മിഷനൊക്കെ നമ്മൾ എന്താണ് സിസ്റ്റത്തിലോട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു അഡ്മിഷൻ നമ്മൾ സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അതായത് പുതിയൊരു പേഷ്യന്റ് വാർഡിലേക്ക് വന്നു, ഓക്കെ, ഇപ്പൊ സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. Ensure that discharge are completed on time in the system. ഇനി പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ആ ഒരു ടൈം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണോ ഡിസ്ചാർജ് ആയത് ആ ഒരു ടൈം സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക. Resolve issues related to bed management. ഇനി
ബെഡ് മാനേജ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ, അതായത് പേഷ്യൻസിനെ ഇപ്പൊ വാർഡിലേക്ക് പ്രവേശിപ്പിച്ചു, അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ ബെഡ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടോ, അതുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്ത് കൊടുക്കുക, പരിഹരിച്ച് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? 2 പോയിന്റ്. ഈ 2 പോയിന്റിന്റെ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നോക്കാം. 3ാമത്തെ പോയിന്റ്, എൻഷുവർ പേഷ്യന്റ് കെയർ. അല്ലെ, പേഷ്യൻസിന്റെ പരിചരണം ഉറപ്പുവരുത്തുക. എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ പരിചരണത്തിൽ ഉറപ്പുവരുത്തേണ്ടതെന്ന് നോക്കാം. അഡ്രസ് ദ പേഷ്യന്റ് പ്രോബ്ലം. അഡ്രസ് മീൻസ് പേഷ്യന്റിന്റെ പ്രോബ്ലത്തെ നമ്മൾ തിരിച്ചറിയാണ്, പ്രശ്നം പരിഹരിക്കുക. അല്ലെ, പ്രശ്നം കണ്ടെത്തി അത് പരിഹരിക്കുക. ഇപ്പൊ പേഷ്യൻസിന് പല വിധത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോ ബെഡ് അവൈലബിലിറ്റിയുടെ കാര്യമാകാം, അല്ലെങ്കിൽ ഫെസിലിറ്റിയുടെ, ട്രീറ്റ്മെന്റ്സിന്റെ, അല്ലെ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കാണുക. പ്രൊവൈഡ് ഇൻഫോർമേഷൻസ് ഇൻ കേസ് ഓഫ് എനി ഇൻക്വയറീസ്. അതായത് അന്വേഷണത്തിന്റെ കാര്യങ്ങൾക്ക്, അതായത് പേഷ്യൻസിന് ഇപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പരമായിട്ടോ മറ്റു കാര്യങ്ങൾക്ക് ഇൻക്വയറീസ്, അന്വേഷണങ്ങൾ വരികയാണെങ്കിൽ അവർക്കായിട്ടുള്ള ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ കുറിച്ചോ പേഷ്യൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. മെഡിക്കൽ റെക്കോർഡ് ഫയലൊക്കെ കംപ്ലീറ്റ് ആണോ എന്ന് പരിശോധിക്കുക. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ അതിലെല്ലാം കൃത്യമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഓക്കെ, 3 കാര്യങ്ങളാണ് പേഷ്യന്റ് കെയറിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ, അഡ്രസ്സസ് ദി പേഷ്യന്റ് പ്രോബ്ലം. പേഷ്യന്റിന്റെ, രോഗിയുടെ പ്രശ്നം തിരിച്ചറിയുക, അതിനൊരു അഡ്രസ് ചെയ്യുക, ഒരു പരിഹാരം കാണുക. Then provide information in case of any inquiries. Inquiries എന്ന് പറഞ്ഞാൽ രോഗികളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ വിവരങ്ങൾക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിവരങ്ങൾ നൽകുക, ഇൻഫോർമേഷൻസ് പേഷ്യൻസ് കൊടുക്കുക. Then checking completeness of medical record file. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ഫയൽ കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. 3 പോയിന്റ്. ക്ലിയർ ആണോ? 3 പോയിന്റ് പേഷ്യന്റ് കെയറിൽ വരുന്ന 3 പോയിന്റുകൾ. ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ് നോക്കാം. കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. വാർഡിലെ പെർഫോമൻസുകൾ, അതായത് ആ വാർഡിലെ പ്രവർത്തനങ്ങൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാഫുകളും പേഷ്യൻസും അവരെല്ലാവരും തമ്മിൽ നല്ല കോർഡിനേറ്റ് ചെയ്തിട്ടാണോ, ഒന്ന് സഹകരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിപ്പിക്കുക. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ പറയുകയും അത്. Then feedback to chairman or HOD. HOD എന്ന് വെച്ചാൽ ആരാണ്? Head of the department, അല്ലേ? Feedback to chairman or HOD in compliance with quality standard, medical records, audit and significant incidents. അതായത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഗുണനിലവാരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ചോ. Then ഓഡിറ്റ് ഒക്കെ നടത്തുമല്ലോ ഹോസ്പിറ്റലിലാണ്. Then significant incidents, അതായത് ആ വാർഡില് എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ, പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻസിഡൻസുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഫീഡ്ബാക്ക് ചെയ്യുക. എവിടെയാണ്? ചെയർമാനെയോ അല്ലെങ്കിൽ HOD-യെയോ വിവരം അറിയിക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക. ഓക്കെ, then last one, supervise the duties of ward secretaries on respective floor. Ensure that ward secretary are placing doctors visit beside procedures like beside echo, ECG, any. അല്ലെ, അതായത് സൂപ്പർവൈസ് ചെയ്യുക വാർഡ് സെക്രട്ടറിനെ, അല്ലെ, അതായത് ഓരോ നിലയിലുള്ള, അതായത് റെസ്പെക്റ്റീവ് ഫ്ലോറിൽ ഒരു വാർഡ് സെക്രട്ടറി ഉണ്ടാകും, അല്ലെ. ഇപ്പൊ നമ്മള് ടെക്സ്റ്റൈൽ ഷോറൂമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോകുന്നതെങ്കിൽ ഫ്ലോർ മാനേജറുകൾ ഉണ്ടാകും, ഇല്ലേ? ഓരോ ഫ്ലോറിലും ഒരു ഫ്ലോർ മാനേജർ ഉണ്ടാകും. അപ്പൊ ആ ഫ്ലോറിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആ ഒരു ഫ്ലോറിലുള്ള സെക്രട്ടറിയോ ഫ്ലോർ മാനേജറോ ആയിരിക്കും. ആണോ? നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, ഓരോ നിലയിലും, അല്ലെ, ഓരോ ഫ്ലോറിലും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരല്ലേ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത്. ആണോ? ഹോസ്പിറ്റലല്ല, അല്ലാതെ ഞാൻ പറഞ്ഞതാ ടെക്സ്റ്റൈൽ എക്സാമ്പിള്. നമ്മൾ ഫ്ലോർ മാനേജർ ഉണ്ടാവില്ലേ, അപ്പൊ ആ ഫ്ലോറിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ ആ ഫ്ലോറുകളിലെ സ്റ്റാഫുകളുടെയും മറ്റു എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ആ ഫ്ലോർ മാനേജറാണ്. ഇവിടെ പറയുന്നത് നോക്കാം. സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറി ഓൺ റെസ്പെക്റ്റീവ് ഫ്ലോർ. ഓരോ റെസ്പെക്റ്റീവ് ഫ്ലോറിൽ, അതാണ് ഫ്ലോറിലുള്ള
വാർഡ് സെക്രട്ടറിമാരെ സൂപ്പർവൈസ് ചെയ്യുക. അതായത് വാർഡ് സെക്രട്ടറി ആ വാർഡിലുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു മേൽനോട്ടം വഹിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? വാർഡ് സെക്രട്ടറിനെ മേൽനോട്ടം വഹിക്കുക. വാർഡ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് മേൽനോട്ടം വഹിക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ensure that ward secretary are placing doctor's visit beside procedure like beside echo, ECG, any. അതായത് ഇപ്പൊ ECG, ഇപ്പൊ പേഷ്യൻസിന് ചിലപ്പോ ECG എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എക്കോ ഒക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈമില് ആ ഒരു പ്രോസസ്സിൽ നടപടിക്രമങ്ങൾക്ക് ഡോക്ടർമാരുടെ ഒരു സന്ദർശനമൊക്കെ നടത്തണമെന്ന്, അതായത് അദ്ദേഹം നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ എക്കോ അല്ലെങ്കിൽ ECG ഒക്കെ പോലുള്ള നടപടിക്രമങ്ങൾക്കൊപ്പം ഡോക്ടറെ പോയി കാണുന്നുണ്ടോ, പേഷ്യൻസിന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മേൽനോട്ടം വയ്ക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ ECG എക്കോ ഒക്കെ എടുക്കുമ്പോൾ ഡോക്ടറിനെ പോയിട്ട് സെക്രട്ടറി കാണുന്നുണ്ടോ, വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? 6th പോയിന്റ് ക്ലിയർ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് തുടങ്ങി നമ്മളിപ്പോ പറഞ്ഞ 6 പോയിന്റ് ഉണ്ട്, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കി വായിക്കാം. ഇനി എന്തെങ്കിലും വായിച്ചതിന് ശേഷം ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഫിഫ്ത് പോയിന്റ് എന്തായിരുന്നു? അതായത് ആ ഒരു വാർഡിനുള്ളിൽ നമ്മൾ വാർഡിലെ കാര്യങ്ങളാണ് പറയുന്നത്. വാർഡിനുള്ളിൽ എന്തെങ്കിലും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫെസിലിറ്റിയുടെ പോരായ്മയോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഗുണനിലവാരമുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിലും, അതോടൊപ്പം തന്നെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഓഡിറ്റ് ഒക്കെ നടത്തും അല്ലെ. ഇപ്പൊ ഓഡിറ്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഓഡിറ്റ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്, ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഓഡിറ്റ് ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ വാർഡില് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ പേഷ്യൻസിന് രോഗം വഷളാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഫീഡ്ബാക്ക് HOD അറിയിക്കുക. എത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഉയർന്ന പൊസിഷനിലുള്ള വ്യക്തിയെ, അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിക്കുക. ഫിഫ്ത് പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് ഡൗട്ട് ഉള്ളത് ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ, പറയാം. ഒന്ന് വായിച്ചു നോക്കാം, എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് പറയാം. ഓക്കെ, നമ്മൾ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഇസ് എ പ്രൊഫഷണൽ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. who specializes in helping people who are recovering from diseases or disability. രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വൈകല്യങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ച അല്ലെ, അതിൽ നിന്നും റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസിനെ അല്ലെങ്കിൽ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സെന്റൻസ് ആണ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ടെക്സ്റ്റിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഈസ് എ പ്രൊഫഷണൽ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ്, ആ ഒരു ഡിസബിലിറ്റി വരെയുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വെച്ചോ ടെക്സ്റ്റില്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വായിച്ചപ്പോ അണ്ടർലൈൻ ചെയ്ത് പോണം എന്ന്. അണ്ടർലൈൻ ചെയ്തെല്ലാവരും ഓക്കെ. ആ ഒരു കാര്യം കൊണ്ട് പറയുന്നുള്ളൂ കേട്ടോ. എക്സാമിന് ചിലപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? നമുക്ക് നെക്സ്റ്റ് അടുത്ത പോർഷൻസിലേക്ക് പോകാം കേട്ടോ. ഈ ഒരു വാർഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. അടുത്ത വ്യക്തിയാണ് കേട്ടോ. നമ്മളിപ്പോ നോക്കിയത് ആരെയാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഇനി നെക്സ്റ്റ് പേഴ്സൺ ആണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, നമ്മള് മാറിപ്പോകരുത്. നിങ്ങൾ പഠിക്കുമ്പോഴേ മനസ്സിലാക്കി പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി പഠിക്കും പറയുന്നത്. ഓക്കെ, അപ്പോ ലാസ്റ്റ് വൺ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ. ഇനി അടുത്തൊരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. നോക്കാം കേട്ടോ. Patient relation officers are responsible for managing the relationship between healthcare providers and patients. Underline ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Patient relation officers are responsible for managing the relationship between healthcare providers and patients. Healthcare providers പേഷ്യൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. അല്ലെ, ആ പേരിൽ തന്നെയുണ്ട് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ. അല്ലെ, ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറും അതോടൊപ്പം തന്നെ പേഷ്യൻസും തമ്മിലുള്ള ഒരു ബന്ധം മാനേജ് ചെയ്യാനായിട്ട്, ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, PRO എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ ഇത് പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന് തന്നെ പറയണം കേട്ടോ. കാരണം PRO എന്നുള്ള ഒരു സെക്ഷൻ നമുക്കുണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, അപ്പൊ അത് തമ്മിൽ മാറിപ്പോകും. അതുകൊണ്ട് ഇത് പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന് തന്നെ പഠിക്കാം. PRO ശരിയാണ്, പക്ഷെ PRO എന്നുള്ളത് ഹോസ്പിറ്റലിൽ ഒരു PRO ഉണ്ടാകും. അറിയാലോ? അറിയില്ല എല്ലാവർക്കും? PRO എന്നുള്ള പോസ്റ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ. ഉണ്ടോ? കുറച്ച് ഉയർന്നൊരു നല്ലൊരു പോസ്റ്റ് ആണ്. ആ PRO എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ആണ്. അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഇത് പേഷ്യന്റ് റിലേഷൻ. രണ്ട് PRO വരുന്നുണ്ട്. അപ്പൊ ഇത് പേഷ്യന്റ് റിലേഷൻ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോക്കാം. അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ ടെക്സ്റ്റ് ബുക്കിലാണ്? ഓക്കെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ആർ റെസ്പോൺസിബിൾ. എന്തിലാണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ളത്? പേഷ്യൻസിനും അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ. അല്ലെ, സോ പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കുള്ളത്. ഓക്കെ, then they work with the doctors, nurses, hospitals, pharmaceutical companies, etc. സോ ഇവര് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഡോക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നു, നഴ്സസിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നു, then pharmaceutical companies ഇവരുടെ ഒപ്പമൊക്കെയാണ് ഇവര് വർക്ക് ചെയ്യുന്നത്. To make sure that all parties involved in a patient care are blessed with their experience. സോ എല്ലാ പാർട്ടീസും, അതായത് പേഷ്യന്റ് കെയറിലെ രോഗി പരിചരണത്തിൽ വരുന്ന എല്ലാ വ്യക്തികളും, അല്ലെങ്കിൽ എല്ലാവർക്കും ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, റിലേറ്റീവ്സ് ആവാം, എല്ലാം തന്നെ are blessed with their experience. Blessed എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവര് ഒരു എന്താ പറയാ, blessed ഇവരുടെ ഒരു അനുഭവത്തിലാണെന്ന് എല്ലാവരും. കാരണം പേഷ്യൻസിന്റെയും അതോടൊപ്പം തന്നെ നമ്മള് നഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെ ഒപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്.
എക്സാമ്പിൾ പറയണെങ്കിൽ MSW എന്ന് പറഞ്ഞ കോഴ്സ് കേട്ടിട്ടുണ്ടോ? അറിയോ? എന്തെങ്കിലും അറിവൊക്കെ ഉണ്ടോ? കേട്ടിട്ടുണ്ടായിരുന്നില്ല? മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. ഓക്കെ, ഈ MSW ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെയാണ് കുറച്ചും കൂടി ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ പോസ്റ്റിലോട്ടൊക്കെ വരുന്നത്. കുറച്ചും കൂടി അവർക്കാണ് കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുന്നത്. മീൻസ് ഒരു സമൂഹപരമായിട്ടും അല്ലെ ഒരു സോഷ്യൽ ഇതാണല്ലോ അവർ ചെയ്യുന്നത്. സോഷ്യൽ വർക്കേഴ്സ് ആണ്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് MSW ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെയാണ് ഇപ്പോ മിക്കതും പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ. സോ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡ്യൂട്ടി പേഷ്യൻസിനെ ഡീൽ ചെയ്യുക മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ വരുന്ന കേസുകൾ ഇപ്പൊ ഒരു ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ റൗണ്ട്സിലൊക്കെ പോകാറുണ്ട് അല്ലെ. അതുപോലെ ഇവര് പേഷ്യന്റ് റിലേഷൻ ഓഫീസറും നമ്മൾ അഡ്മിറ്റ് ആകുന്ന ടൈമിൽ തോന്നുന്നു എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാകും പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. നമ്മുടെ കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കും അല്ലെ. എല്ലാ ദിവസവും അല്ലെങ്കിലും ഒരു 2 ദിവസം 3 ദിവസം ഒക്കെ വന്ന് ചോദിക്കാറൊക്കെ ഉണ്ട് അല്ലെ. ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഓക്കെ ആണോ? ചിലപ്പോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അറിയും ഇല്ലേ? ചോദിക്കാറുണ്ട് അങ്ങനെ. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എപ്പോഴെങ്കിലും അഡ്മിറ്റ് ആയപ്പോൾ ഇങ്ങനെ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ വന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലെ. നിങ്ങളുടെ അസുഖത്തിന്റെ കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവർ ചോദിച്ചിട്ട് അറിയും അല്ലെ. നമ്മളോട് കുറച്ചും കൂടി അടുപ്പം മീൻസ് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. സിസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിസ് ഏതായിരുന്നു ക്വാളിഫിക്കേഷൻ? MSW ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോസ്റ്റ് ആയിരുന്നോ? MSW. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ MSW ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് കുറച്ചും കൂടി, കാരണം അത് സോഷ്യൽ വർക്കിംഗ് ആണല്ലോ. അപ്പൊ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ആ ഒരു സോഷ്യൽ എന്താ പറയാ എക്സ്പീരിയൻസ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് MSWക്കാരെയാണ് കുറച്ചും കൂടി എടുക്കുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ ഓക്കെ, ആ ഒരു സെക്ഷനിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്താണെന്ന് നമ്മൾ കണ്ടു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് കേട്ടോ. ചെറിയൊരു ജോലിയല്ല പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. കാരണം പോയിന്റ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. പോയിന്റിൽ മാത്രമല്ല മറിച്ച് അവർക്ക് ഒരു ഡോക്ടറിന്റെക്കാളും കൂടുതൽ എന്താ പറയാ ഡ്യൂട്ടി, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ജോബ് ഡ്യൂട്ടീസ്. A patient relation manager typically has an expensive range of responsibilities. Expensive range of responsibilities ഉണ്ടെന്ന്. അതായത് എന്താണ് പറയുക? നല്ല രീതിയിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. ഇനി എന്തൊക്കെയാണ് ഉത്തരവാദിത്തം നോക്കാം. ഫസ്റ്റ് വൺ, ensuring that patients are comfortable during their visit by greeting them warmly. അല്ലെ, അതായത് വിസിറ്റിംഗ് ടൈമില് ഞാൻ പറഞ്ഞ ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്നത് പോലെ ഇദ്ദേഹം വിസിറ്റ് ചെയ്യും. അതായത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവരൊന്ന് എന്താ പറയാ ഒരു വാർമലി മീൻസ് ഒരു പോസിറ്റീവായിട്ട് സ്നേഹത്തോടെ ഒന്ന് ഗ്രീറ്റിംഗ് ഒക്കെ ചെയ്യും. ദെൻ അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും അല്ലെ, അസുഖ ട്രീറ്റ്മെന്റ് പരമായിട്ടും. ദെൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പോയിട്ട് ചോദിച്ചറിയും. So ensuring the patient are comfortable. വിസിറ്റ് ചെയ്യുന്ന ടൈമില് അവരോട് വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പേഷ്യൻസ് കംഫർട്ടബിൾ ആണോ ഉറപ്പുവരുത്തുക. അതായത് അവിടുത്തെ ട്രീറ്റ്മെന്റിലും ബാക്കി നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സൗകര്യങ്ങളിലും ആ പേഷ്യന്റ് കംഫർട്ടബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവര് ഇടയ്ക്ക് വന്ന് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും അല്ലെ, നമ്മുടെ കാര്യങ്ങളോട് ചോദിക്കും, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ചോദിക്കും, അങ്ങനെ പോലെ ചോദിക്കുന്നത് എന്തിനാണ്? പേഷ്യന്റ് കംഫർട്ടബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? വിസിറ്റിംഗ് ടൈമില് പേഷ്യന്റ് കംഫർട്ട് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് റെസ്പോൺസ് ഒന്നും ചെയ്യാലോ. റെസ്പോൺസ് വേണോട്ടോ ക്ലാസ്സില്. നിങ്ങൾക്ക് മനസ്സിലാവാനിട്ടാണെങ്കിൽ നിങ്ങൾ ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് സിമ്പിൾ ആണ്. പോയിന്റ് വലിയ മെഡിക്കൽ ടേം ഒന്നും ഇല്ലാലോ, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സെക്കൻഡ് വൺ, make sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointments. In the imminent കേട്ടിട്ടുണ്ടോ? imminent മീൻസ് ആസന്നമായ, പെട്ടെന്നുള്ള എന്നൊക്കെയുള്ളത് അർത്ഥമാണ് കേട്ടോ. അറിയില്ലാത്തവർ മലയാളത്തിൽ എഴുതി വെക്കുക കേട്ടോ. എന്നെ പ്രത്യേകം പറയണ്ടല്ലോ. നമുക്ക് അറിയില്ലാത്ത പുതിയൊരു വാക്കാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കാം. ആ വാക്കിന്റെ പേര് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്ന് പെൻസിൽ വെച്ചോ പേന കൊണ്ടോ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ,
അപ്പോ സെക്കൻഡ് പോയിന്റ് നോക്കാം, മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ അവെയർ ഓഫ് എനി ചേഞ്ചസ് ഇൻ ദയർ ട്രീറ്റ്മെന്റ്. അതായത് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിലോ അങ്ങനെ ചേഞ്ചസ് വരുത്തുമ്പോൾ ആ മാറ്റങ്ങളെ കുറിച്ച് ഒരു അവയർനെസ്, അവർക്കൊരു അറിവുണ്ടായിരിക്കണം എന്ന്. അതായത് ഇപ്പോൾ പേഷ്യന്റിന് നമ്മള് ഫസ്റ്റ് ചിലപ്പോ മെഡിസിൻ ആയിരിക്കും, ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ആന്റിബയോട്ടിക്സ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്നാണ് ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് ഓക്കെ ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അവിടെ ചേഞ്ച് വന്നു ചികിത്സയില്. സോ ഇങ്ങനെ ചേഞ്ചസുകൾ വരികയാണെങ്കിൽ പേഷ്യൻസിന് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവെയർ ഉണ്ടാക്കിയെടുക്കണം അല്ലെ. അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ ട്രീറ്റ്മെന്റ് പരമായിട്ട് മെഡിക്കൽ ടേമുകളും കാര്യങ്ങളും ഒന്നും അറിയാത്ത പേഷ്യൻസ് ആയിരിക്കും. സോ അവർക്കൊരു അവയർനെസ് കൊടുക്കാണ്, നമ്മുടെ ട്രീറ്റ്മെന്റിൽ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ് അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ദെൻ മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ് പേഷ്യൻസിന്റെ നില അല്ലെ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ അവസ്ഥയിലാണ്, നമ്മളുടെ ആ ഒരു ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്നും ട്രീറ്റ്മെന്റില് മാറ്റങ്ങൾ കുറച്ച് വരുത്തുകയാണെന്നും ഉള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യുക, പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്സ്, അതായത് ഇനി ചിലപ്പോൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണേണ്ടതായിട്ട് വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് മുൻകൂട്ടി പേഷ്യൻസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് അതായത് ട്രീറ്റ്മെന്റില് മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് പറഞ്ഞ് ക്ലിയർ ആക്കുക. ദെൻ ഇനി പുതിയ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റുകൾ എടുക്കണോ, അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ എന്താണ് പേഷ്യൻസിന്റെ എന്നുള്ള കാര്യങ്ങൾ അവനെ പറഞ്ഞ് ഒന്ന് ബോധവാന്മാരാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഫ്രം അപ്പോയിന്റ്മെന്റ്സ് ആസ് നീഡഡ്. ഇനി പേഷ്യൻസിന് ആവശ്യമെങ്കിൽ ഫ്രം അപ്പോയിന്റ്മെന്റ്സ്, അതായത് ഇപ്പൊ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ അതിനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ചിലപ്പോ ഹോസ്പിറ്റലുകളില് തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും ചില ഹോസ്പിറ്റലുകളിൽ. അപ്പൊ കുറച്ചും കൂടി നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ടൈമിൽ ആംബുലൻസോ അങ്ങനെ സൗകര്യങ്ങൾ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാൻ, നാലാമത്തെ പോയിന്റ്, പ്രൊവൈഡിങ് ഇമോഷണൽ ബാക്കപ്പ് ടു പേഷ്യൻസ്. Providing emotional backup to patients, including answering patient questions and offering reassurance. എന്താണ് പറയുന്നത്, ഇമോഷണൽ ബാക്കപ്പ് കൊടുക്കാണ് പേഷ്യൻസിന്. എന്ത് ഇമോഷണൽ ബാക്കപ്പ് എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ട് കൊടുക്കാണ്, നമുക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള സപ്പോർട്ട്. നമുക്കറിയാം ചില പേഷ്യൻസ് ഭയങ്കര അസുഖങ്ങളൊക്കെ ആയിട്ട്, മാനസികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ഇമോഷണലി ഒരു സപ്പോർട്ട് കൊടുക്കുക അല്ലെ, നമുക്ക് ഭേദമാകാം അല്ലെ, ഭേദമാകും, നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ ആകും, പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള എന്താ പറയാ ഒരു പ്രതീക്ഷ കൊടുക്കുക, അവർക്ക് ഒരു ഇമോഷണൽ ബാക്കപ്പ് അവർക്ക് നൽകുക. ദെൻ ഇൻക്ലൂഡിങ് ആൻസറിങ് പേഷ്യന്റ് ക്വസ്റ്റ്യൻസ്. പേഷ്യൻസിന് ചിലപ്പോൾ പല സംശയങ്ങളും ഉണ്ടാകും, അവരുടെ രോഗത്തെ കുറിച്ചാകാം അല്ലെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാകാം അല്ലേ. അപ്പൊ അവർ പല സംശയങ്ങളും പേഷ്യൻസിന് ഉണ്ടാകും. സോ ഈ പേഷ്യൻസിന്റെ സംശയങ്ങൾ, ഡൗട്ടുകൾ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് ക്ലിയർ ആയിട്ടുള്ള ആൻസർ ചെയ്തു കൊടുക്കുക. ഓഫറിംഗ് റിഷുറൻസ് എന്ന് വെച്ചാൽ ഉറപ്പ് നൽകുകയാണ്, മീൻസ് ഉറപ്പ് നൽകുക, ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും നമുക്ക് ഓക്കെയാണ് അല്ലെ, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുക, ഒരു ഇമോഷണൽ ബാക്കപ്പ് കൊടുക്കുക, ഉറപ്പ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? 4 പോയിന്റ്, ഫസ്റ്റ് 4 പോയിന്റ് ആണ് പറഞ്ഞത്. 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, കുറച്ചധികം പോയിന്റ് ഉണ്ട്, ഒരുപാട് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബോറായിട്ട് തോന്നും. ഓക്കെ, ആദ്യത്തെ 4 ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, എന്നിട്ട് ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 4 പോയിന്റ് ആണ്, അത് വായിച്ച് മലയാളത്തിൽ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുക കേട്ടോ. ഓരോ പോയിന്റ് വായിച്ച് മീനിങ് മനസ്സിലാക്കാം കേട്ടോ.
വായിച്ചോ? ആദ്യത്തെ 4 പോയിന്റ് ആണ്, പ്രൊവൈഡിങ് വരെയുള്ള പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വായിച്ചോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? 4 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. കോർഡിനേറ്റിംഗ് വിത്ത് ഫിസിഷ്യൻസ് ആൻഡ് other healthcare professionals to make sure that all needs are met during patient visit. Coordinate with the physician and other healthcare professionals. നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സിന്റെ ഒപ്പവും നഴ്സസിന്റെ ഒപ്പവും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ ഒപ്പവും വർക്ക് ചെയ്യുന്നവരാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. സോ ഫിസിഷ്യൻ ആയിട്ടും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, സഹകരിച്ച് പ്രവർത്തിക്കുക. To make sure that all needs are met during patient visit. പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുന്ന ടൈമില് അവർക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ ഉറപ്പ് നൽകുക. അതായത് പേഷ്യന്റിന്റെ ആവശ്യങ്ങളൊക്കെ പറയും അല്ലെ, പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഫെസിലിറ്റിയുടെ എന്തെങ്കിലും പോരായ്മ പറയാം, അല്ലെങ്കിൽ ചികിത്സയുടെ എന്തെങ്കിലും അഭാവങ്ങളൊക്കെ പറയാം. സോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, ഉറപ്പ് നൽകുകയാണ്. ഓക്കെ. Then next point, maintaining exact records of patient meeting with the physician, nurses and other staff members. എന്താണ് അവിടെ പറയുന്നത്? മെയിൻറ്റെയിനിങ് എക്സാക്ട് റെക്കോർഡ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ അല്ലെ, ഫിസിഷ്യനും നഴ്സും എന്നിവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ റെക്കോർഡുകൾ പേഷ്യൻസിന്റെ, അതായത് ഇപ്പൊ നഴ്സസ് വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണില്ല കൺസൾട്ടേഷന്, അതിന്റെ റെക്കോർഡുകളും നഴ്സസ് വന്ന് പേഷ്യൻസിനോട് ഡീറ്റെയിൽസ് ചോദിച്ച വിവരങ്ങളൊക്കെ എഴുതിയെടുക്കും. സോ ഈ റെക്കോർഡുകൾ, എക്സാക്ട് റെക്കോർഡുകളും കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ആ രേഖകള് സൂക്ഷിക്കുക. മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്. അത് നഷ്ടപ്പെടാൻ പാടില്ല ഫയലുകളൊന്നും. ഓക്കെ. Then making patient aware of health service and facilities available for patient at the hospital. Sorry, ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, പോയിന്റ് വിട്ടുപോയില്ലേ? ശ്രദ്ധിച്ചോ? കോർഡിനേറ്റിംഗ് കഴിഞ്ഞിട്ട് മെയിൻറ്റെയിനിങ്. Then next, setting patients' complaints, concerns and questions about the treatment plans, diagnosis. Setting patient complaints അല്ലെ, രോഗികളുടെ പരാതികൾക്ക് ഒന്ന് ക്രമീകരിക്കുക, കംപ്ലൈൻസ് ഒക്കെ കേൾക്കുക. Then അവരുടെ കൺസേൺസ് എന്ന് വെച്ചാൽ എന്താണ്? കൺസേൺ മീനിങ് അവരുടെ ആശങ്ക, പേടി, ഭയം അല്ലെ, അവരുടെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു പേടി, ഭയങ്ങള് അല്ലെ. Then questions about treatment, രോഗത്തെ കുറിച്ചിട്ടുള്ള അവരുടെ ചോദ്യങ്ങൾ, അതായത് അവരുടെ സംശയങ്ങൾ, ഇതിനെല്ലാം ആൻസർ ചെയ്ത് കൊടുക്കുക. കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്താണ് സെറ്റിംഗ് ചെയ്യുക. മീൻസ് കംപ്ലൈൻസുകളൊക്കെ ഒന്ന് പരാതികൾക്ക് എന്താണെന്ന് കേട്ട് അതിനുള്ള സൊല്യൂഷൻ ഒക്കെ കൊടുക്കുക. ദെൻ അവരുടെ ആശങ്കകളൊക്കെ കേൾക്കുക. ദെൻ അവർക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ചികിത്സാ രീതികളെ കുറിച്ചും then diagnosis, ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ഡൗട്ട്സുകളും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. Then making patient aware of health services and facilities available for patient at the hospital. അല്ലെ, എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലില് പേഷ്യന്റിന് ലഭ്യമാകുന്ന സേവനങ്ങൾ അല്ലെ, പേഷ്യൻസിന് നമുക്ക് നൽകാൻ കൊടുക്കുന്ന സേവനങ്ങള്, ആ സേവനങ്ങളെ കുറിച്ചും സൗകര്യങ്ങളെ കുറിച്ചും രോഗിയെ ബോധവാന്മാരാക്കുക. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ഇന്ന സേവനങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോ ക്ലെയിം ഒക്കെ ഉണ്ട്, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. പേഷ്യൻസിന് അറിയില്ലല്ലോ. ദെൻ ഫെസിലിറ്റികൾ, ഇത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾക്ക് ഒന്നും പുറത്തു പോകേണ്ട, എക്സ്റേ സ്കാനിങ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം എന്നുള്ള ആ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പേഷ്യൻസിന് അതിനെ കുറിച്ചിട്ടൊരു ബോധവാന്മാരാക്കുക, പറഞ്ഞു കൊടുക്കുക പേഷ്യൻസിന്. ഓക്കെ, ക്ലിയർ ആണോ? കോർഡിനേറ്റിംഗ് തുടങ്ങി 4 പോയിന്റാണ് ഇപ്പൊ പറഞ്ഞത്. 4 പോയിന്റ് ഒന്നും കൂടി വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. ഒന്നുകൂടി പറയാനോ? ഡൗട്ട് ഉണ്ടോ? നോക്കാം. കോർഡിനേറ്റിംഗ് വിത്ത് ഫിസിഷ്യൻ ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ നീഡ് ആർ മെറ്റ് ഡ്യൂറിംഗ് പേഷ്യന്റ് വിസിറ്റ്. ഫിസിഷ്യൻസുമായിട്ടും അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, സഹകരിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുക. ദെൻ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുന്ന ടൈമില് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുക.
Then maintaining exact record of patient meeting with the physician, nurses and other staff members. Physician ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴുള്ള റെക്കോർഡും നഴ്സസ് റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുക, അത് കൃത്യമായിട്ട് സൂക്ഷിക്കുക. Setting patient complaints, concerns and questions about the treatment plans and diagnosis. അതായത് പേഷ്യൻസിന്റെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. രോഗിയുടെ ആശങ്കകളും അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ഡയഗ്നോസിസ്, രോഗനിർണയത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അവർക്ക് അതിനോടുള്ള സംശയങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, 4 പോയിന്റ് ക്ലിയർ ആണോ? 4 പോയിന്റ്. ഇത് ഒരുപാട് പോയിന്റ് ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, ഇത് വായിച്ചു നോക്കി 4 പോയിന്റ് വായിക്കാം കേട്ടോ. മേക്കിംഗ് പേഷ്യന്റ് വരാനായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കംപ്ലീറ്റ് ചെയ്തു 4 പോയിന്റ്. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. കുറച്ചധികം പോയിന്റ് ഉണ്ടെന്നുള്ളൂ. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടും ഇച്ചിരി ബോറായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ ജസ്റ്റ് ഒന്ന് വായിച്ചത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് കാണാൻ പടം ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. Then അടുത്ത പോയിന്റ് നോക്കാം. Investigate and convey complaints or problems to the appropriate head of the department of the hospital. അതായത് എന്താ പറയുന്നത്, ഇപ്പൊ പരാതികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിക്കൊണ്ട്, ഇപ്പൊ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്നും പരാതികളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ ഈ പരാതികളും പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഹോസ്പിറ്റലിന്റെ HOD-നെ വിവരം അറിയിക്കുകയാണ്. മീൻസ് ഡോക്ടർ ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിക്കുക. ഇപ്പൊ പേഷ്യൻസിൽ നിന്നോ മറ്റു പരാതികളൊക്കെ ഒരുപാട് വരികയാണെങ്കിൽ അത് HOD-നെ വിവരം അറിയിക്കുക. Assistant setting conflicts and act as an intermediary between patients and families and staff. Assisting setting conflicts. എന്താ conflicts എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്ട്സ്, സംഘർഷങ്ങള്, ഇടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോ ആരൊക്കെ തമ്മില? ബിറ്റ്വീൻ പേഷ്യൻസ്, ഫാമിലീസ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിന്റെ ഫാമിലിയും സ്റ്റാഫുകളും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. ഇന്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ ആരാ? ഒരു ഇടനിലക്കാരൻ അല്ലെ. അവര് ഇടിയൊക്കെ ഉണ്ടാകുമ്പോൾ നടുക്ക് ഒരാൾ നിൽക്കൂലേ പിടിച്ചു മാറ്റാനൊക്കെ ആയിട്ട് അല്ലെ. ഒരു ഇടനിലക്കാരൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നടുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കുക, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പ്രശ്നം സോൾവ് ആക്കി കൊടുക്കുക. Then collect data and information about patient feedback and make recommendations appropriately. രോഗിയുടെ ഫീഡ്ബാക്കിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും അപ്പൊ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാണ്. അതായത് സർവേ ഫീഡ്ബാക്ക് എടുക്കുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പേഷ്യൻസിന്റെ അടുത്ത് വരും അല്ലെ. ഈ വ്യക്തി വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ഫീഡ്ബാക്ക് എടുക്കുകയാണത് അല്ലെ. എങ്ങനെയുണ്ട് സേവനങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാണോ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഓക്കെ ആണോ, അസുഖമൊക്കെ ഭേദമാകുന്നുണ്ടോ, അതൊക്കെ വന്നിട്ട് നമ്മൾ എഴുതുന്നു ഫീഡ്ബാക്ക് എടുക്കുകയാണ് അല്ലെ. അപ്പൊ കറക്റ്റ് ഇൻഫോർമേഷൻസുകൾ കളക്ട് ചെയ്തു, ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസുകൾ കളക്ട് ചെയ്യുകയും ദെൻ എന്താണ് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ഇപ്പൊ എന്തെങ്കിലും ശുപാർശകളൊക്കെ ഉണ്ടെങ്കിൽ അതും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഫെസിലിറ്റികളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേ ക്ലെയിമിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു. Then explaining policies, procedures or services to unknown patients by using medical administrative knowledge.
അദ്ദേഹത്തിന്റെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് ഉപയോഗിച്ച്, അത്യാവശ്യം മെഡിക്കൽ നോളജ് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയെ പിടിച്ചിട്ടാണല്ലോ നമ്മൾ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആക്കുന്നത്, പേഷ്യന്റ് റിലേഷൻ ആക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഒന്നും അറിയാത്ത അൺനോൺ പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ ഒന്നിനെ കുറിച്ച്, ഇപ്പൊ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഓരോ നടപടിക്രമങ്ങളെ കുറിച്ചോ അറിയാത്ത അൺനോൺ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും അല്ലെ. സോ ഈ അൺനോൺ പേഷ്യൻസിന് അദ്ദേഹത്തിന്റെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പോളിസികൾ, നയങ്ങളും, ഹോസ്പിറ്റൽ നയങ്ങളും അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങളും അവിടുത്തെ സർവീസസുകൾ എന്നിവയൊക്കെയാണെന്ന് എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് വൺ, monitoring and analyzing patient rights and responsibilities. പേഷ്യൻസിന്റെ റൈറ്റ്സും അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസും മോണിറ്റർ ചെയ്യുന്നു, വിലയിരുത്തുന്നു. അതായത് പേഷ്യൻസിന്റെ അവന്റെ റൈറ്റ്സുകൾ എന്തൊക്കെയാണ്, അവന്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുന്നു. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. മൊത്തത്തിലൊന്ന് വായിക്കാമല്ലോ, ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ കുറച്ചധികം ഉണ്ട്, കണ്ടു പേടിക്കൊന്നും വേണ്ട ആരും. മാക്സിമം സിമ്പിൾ ആക്കിയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണോ എന്ന്, ഇമ്പോർട്ടന്റ് ആണോ എന്ന് നമ്മൾ അങ്ങനെ എല്ലാം ഇമ്പോർട്ടന്റ് അല്ല ഞാൻ പറഞ്ഞാൽ നിങ്ങളത് പഠിക്കില്ല അല്ലെ. പോയിന്റ്സുകൾ ഒന്ന് പഠിച്ചു വെക്കാം, നിങ്ങളുടേതായ രീതിയിൽ അങ്ങനെ മലയാളത്തിലോ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇതെല്ലാം ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യം വായിച്ച ഒരാളാണെങ്കിൽ, ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഓക്കെ, മീനിങ് മനസ്സിലാക്കി പഠിക്കുക പോയിന്റ്സുകൾ. നമുക്ക് പേഷ്യന്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ എന്താണ്, ചില പോയിന്റുകൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരണം. എന്തൊക്കെയാണ് കടന്നു വരേണ്ട പോയിന്റ്സുകൾ? ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ മനസ്സിലോട്ട് അപ്പൊ തന്നെ മൈൻഡിലോട്ട് കൊണ്ടുവരിക. പേഷ്യന്റ് റിലേഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യന്റും അവർ തമ്മിലുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ തന്നെ ഫസ്റ്റ് വരണം എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലെ. വിസിറ്റ് ചെയ്യാൻ വരുന്നു, നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയുന്നു, ഫീഡ്ബാക്ക് എടുക്കുന്നു, ദെൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ്, ഓർമ്മയില്ലേ? പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുക അല്ലെ. ദെൻ രേഖകളൊക്കെ സൂക്ഷിക്കുക, ഫയലൊക്കെ സൂക്ഷിക്കുക. ദെൻ ഡാറ്റ കളക്ഷൻ, ഡാറ്റ അതായത് അവരുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പോയിന്റ്സുകൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സിമ്പിൾ ആക്കി മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് ഓപ്ഷൻ വരുമ്പോ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ട്രീറ്റ്മെന്റ് ഒക്കെ ചേഞ്ച് ആകുമ്പോഴൊക്കെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറയുക. പേഷ്യന്റ് റിലേഷനും പേഷ്യന്റിന്റെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, പോളിസീസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഏകദേശം കുറച്ച് പോയിന്റ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ മൈൻഡിൽ കയറിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? ചാപ്റ്ററിന്റെ സമ്മറി പറയാം കേട്ടോ. സമ്മറി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം നമുക്ക്. ഓക്കെ, റിവൈസ് ചെയ്യുമ്പോൾ 50% നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, വെറുതെ റിവൈസ് ചെയ്യണില്ല, നിങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടി നിങ്ങൾ ബെറ്റർ ആയിട്ട് മീൻസ് ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിവൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഹോസ്പിറ്റൽ വാർഡാണ് കണ്ടത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വാർഡ് എന്ന് പറയുന്നത്? ഒരു റൂമാണ്, അവിടെ ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലോങ് ടൈം ആകാം, ഷോർട്ട് ടൈം ആകാം. ദെൻ പർപ്പസ് ഓഫ് വാർഡ് എന്തൊക്കെയായിരുന്നു പർപ്പസ്? പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്ത് പഠിച്ചവർ പെട്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? എന്തൊക്കെയായിരുന്നു പർപ്പസ്, ഉദ്ദേശങ്ങള്? രോഗനിർണയം, ഡയഗ്നോസിസ്, ടീച്ചിങ്, റിസർച്ച് അല്ലെ. ദെൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കെയർ ലഭിക്കുക. ഓക്കെ, പർപ്പസുകൾ അതുപോലെ തന്നെ കൃത്യമായിട്ടും ആ പോയിന്റുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് വാർഡ് സ്പേസ് എന്തായിരുന്നു നമ്മൾ കോഡ് പഠിച്ചത്? PNC. ഓർമ്മയുണ്ടോ? കോഡ് മറന്നോ എല്ലാവരും? പേഷ്യന്റ്, നേഴ്സ്, ദെൻ കോറിഡോർസ്. ഏത് ഓർമ്മത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം കേട്ടോ. PNC. ദെൻ വാർഡ് അല്ലെ, നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ നമ്മൾ പറഞ്ഞു. ദെൻ ഗൈനക്കോളജി എക്സ്പെഷ്യലി ഫോർ ഫീമെയിൽ വാർഡാണ്. ക്യാൻസർ പേഷ്യൻസിന്റെ ഉള്ള വാർഡ് ഏതായിരുന്നു? ക്യാൻസർ പേഷ്യൻസ് ഓങ്കോളജി. ദെൻ ഐ റിലേറ്റഡ് നേത്ര വാർഡ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഒപ്താൽമോളജി. ദെൻ
നെർവസ് സിസ്റ്റത്തിന്റെ ആണെങ്കിലുള്ള ന്യൂറോളജി, കിഡ്നി സംബന്ധമായിട്ടുള്ളത് നെഫ്രോളജി. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കും. ദെൻ കോമ്പോണൻസ്, 4 കോമ്പോണൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ക്ലിനിക്കൽ, ഓക്സിലറി ഏരിയ, ആൻസിലറി, ദെൻ സാനിറ്ററി ഏരിയ. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചികിത്സാപരമായിട്ടുള്ള ഏരിയയാണ്. സോ പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്സിലറി അനുബന്ധം, അതിനുള്ള സഹായകമായിട്ടുള്ളത് നഴ്സിംഗ് റൂം, ഡോക്ടേഴ്സ് റൂം. 2 റൂമുകൾ അങ്ങനെയൊക്കെ ഒന്ന് കോഡ് വെച്ച് പഠിക്കാം. റൂമുകൾ വരുന്നത് എവിടെയാണ്? 2 റൂം, നഴ്സും ഡോക്ടറിന്റെ റൂം വരുന്നത് ഓക്സിലറിയിലാണ്. ആൻസിലറി എന്ന് പറയുമ്പോൾ അനുബന്ധം, പാൻട്രി, ഡേ റൂം, ട്രോളി ബെഡ്. ദെൻ സാനിറ്ററി, ടോയ്ലറ്റും ഡെഡി യൂട്ടിലിറ്റി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഗുഡ് വാർഡ് മാനേജ്മെന്റ്. നല്ലൊരു വാർഡ് മാനേജ്മെന്റ് വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ഓക്കെ, എന്തൊക്കെയായിരുന്നു? നമ്മൾ മനസ്സിലോട്ട് ആ പോയിന്റ് കൊണ്ടുവരാം കേട്ടോ. എന്തൊക്കെയായിരുന്നു? പോളിസീസ്, പ്രോട്ടോകോൾസ് വേണം. നല്ല എന്താണ് പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ആയിരിക്കുക. ഡേ സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു ടൈമിംഗ് ആയിരിക്കുക. ദെൻ നമ്മൾ പറഞ്ഞു പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിലേക്ക് എടുക്കുക. ക്ലിയർ കട്ട് ഔട്ട് ആയിരിക്കണം ഓർഡേഴ്സുകള്. റിപ്പോർട്ട്സുകളൊക്കെ ആക്യുറേറ്റ് ആയിരിക്കുക. ദെൻ വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ് ആയിരിക്കുക. ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഉണ്ടായിരിക്കുക. പോയിന്റ്സുകളാണ്. പോയിന്റ്സുകള് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സിമ്പിൾ ആക്കി പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞത് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആയിരുന്നു. ഇപ്പൊ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? മെഡിക്കൽ ചാർട്ടുകളൊക്കെ മീൻസ് റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ടുകള്, കത്തിടപാടുകളൊക്കെ ചെയ്യുക. ദെൻ കസ്റ്റമർ അസസ്മെന്റ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ നോക്കുക. ദെൻ അപ്രോപ്രിയേറ്റ് പേഷ്യന്റ് കെയർ യൂണിറ്റിലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. പിന്നെ എന്തൊക്കെയായിരുന്നു? ട്രാഫിക് ഫ്ലോ കൺട്രോൾ ചെയ്യുക. പേഷ്യൻസിന്റെ ഡാറ്റാബേസ് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് പറഞ്ഞത്. അതില് MRD പറഞ്ഞിട്ടുണ്ടോ? എന്താണ് MRD? ഫുൾ ഫോം എന്തായിരുന്നു? MRD ഫുൾ ഫോം MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ ECG എന്തായിരുന്നു ഫുൾ ഫോം? ECG ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? പ്രോപ്പർ ഡിസിപ്ലിൻ, ദെൻ പെർഫോം ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, patient care, then coordinating unit performance, feedback to chairman HOD, then supervisor, secretaries supervise ചെയ്യുക. അവരവരുടെ ഡ്യൂട്ടി ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ സൂപ്പർവൈസ് ചെയ്യുക. ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള റിലേഷൻ മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കുള്ളത്. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു. ഡ്യൂറിംഗ് വിസിറ്റിംഗ് ടൈമിൽ അവരെ പേഷ്യൻസ് കംഫോർട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വിവരം അറിയിക്കുക. ദെൻ ആവശ്യമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ നൽകുക. ദെൻ പേഷ്യന്റിന് ഒരു ഇമോഷണൽ ബാക്കപ്പ് കൊടുക്കുക. ദെൻ അവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയുക. ഫിസിഷ്യനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ദെൻ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. കംപ്ലൈൻസും അവരുടെ ഭയം ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയാ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക. ദെൻ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റികളും അതോടൊപ്പം തന്നെ അവരുടെ സർവീസസിനെ കുറിച്ചിട്ട് അവയർനെസ് പേഷ്യൻസിന് കൊടുക്കുക. കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. ദെൻ ഇന്റർമീഡിയേറ്റർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? ആ പേഷ്യന്റ് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുക. ഏകദേശം ഒരു വാർഡ് ഒരു 50% പഠിച്ചോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു വാർഡ് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് പഠിച്ചു പോവുക കേട്ടോ. നമ്മൾ എക്സാമിന് വേണ്ടി ആ ഒരു എന്താ പറയാ ലാസ്റ്റ് നിമിഷത്തേക്ക് പഠിക്കാൻ തരില്ല. ഡെയിലി ഓരോ ടീച്ചേഴ്സ് എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് അടുത്ത ദിവസം എടുക്കുന്നത് വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. വെന്റിലേറ്റർ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടൊക്കെ വരിക. നെക്സ്റ്റ് ക്ലാസ്സിലെ
വെന്റിലേറ്റർ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, നമ്മൾ കുഴപ്പമില്ല, നമ്മളൊന്ന് റിവൈസ് ചെയ്തതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ള ചാപ്റ്റർ ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പോയിന്റുകളാണ്, പോയിന്റുകള് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നത് പരമാവധി നിങ്ങൾക്ക് ചിലർക്ക് ബൈ ഹാർട്ട് ചെയ്താലായിരിക്കും പഠിക്കാൻ എളുപ്പം അല്ലേ? പക്ഷെ ഒരുപാട് പോയിന്റ്സ് ഒക്കെ വരുമ്പോഴേ മനസ്സിലാക്കി പഠിക്കാം. ഞാൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് അത്രയും സിമ്പിൾ ആക്കിയാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അവസരമാണിത്. ഓക്കെ, ക്ലാസ് ഒക്കെ നന്നായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതാത് ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.